അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സ്വാഗതമൊക്കെ പറഞ്ഞ് ഡ്രസ്സൊന്നും കണ്ട് ഊട്ടിയിലാണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഭയങ്കര തണുപ്പാണ് കേസ് നമ്മളെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ നീച്ചപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതെന്താണെന്ന് വെച്ചാൽ അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂളാന്നൊക്കെ പറയും. പലരുടെ നാട്ടിൽ പല പേരാണല്ലോ. കപ്പ, മരച്ചീനി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊള്ളി, തൃശ്ശൂർ കൊള്ളി എന്നൊക്കെ പറയും അല്ലേ. അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മളെ ഇന്നത്തെ രാവിലത്തെ ചായക്ക് കടി. അപ്പോൾ എന്താ വെച്ചാൽ തണുപ്പുകൊണ്ട് ഭയങ്കര മടിയാണ് നീച്ചാനൊക്കെ. ഇപ്പം മദ്രസക്ക് കുട്ടികൾ പോയപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ചായയൊക്കെ കൊടുത്തിട്ട് അവരെ വിട്ടു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് നോക്കുന്നത്. അപ്പം ഞാനിന്ന് ഹാഫ് ഡേ ലീവ് എടുത്തു. ഞാനിന്ന് ഫുൾ ഡേ ലീവ് എടുത്തു. എന്നിട്ട് ഞങ്ങൾ ട്രിപ്പ് പോകുകയെന്നായിരിക്കും ഞങ്ങളെ വിചാരം. അല്ല കേസ്, ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട്. ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. നമ്മളെ റിസ്വിക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകണം. ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊണ്ടുപോകണം. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ട് ഇതൊക്കെ പോരും. കാരണം നമ്മളെ കത്തി മൂർച്ചം കുറഞ്ഞു. ഞങ്ങൾ അമ്മായി വരണം കേസ് കത്തി അണക്കണമെങ്കിൽ. പോത്തലത്തെ അമ്മായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടെങ്കിലും ഒന്ന് വരണം കേട്ടോ. ഞങ്ങൾ കത്തിൻ്റെയൊക്കെ മൂർച്ചം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അണക്കാത്ത എന്താ വെച്ചാലേ ഇവിടെ അമ്മ പറയും ഉള്ളിൽ കുയിന്നുണ്ടെങ്കിൽ കത്തി വേഗം മൂർച്ചം കൂട്ടിയാൽ നന്നാവുന്നു. വെറുതെ എന്തെങ്കിലും അണച്ചുകൊണ്ട് ആ കുയിന്ത് ഉമ്മാനെ അറിയിച്ചെന്ന് വിചാരിച്ചാണ്ട് ഞാനപ്പോൾ അണക്കൽ നിർത്തി. അത് പറഞ്ഞിട്ടില്ലേ ഞാൻ എങ്ങനെയൊക്കെ അണച്ചുകൊണ്ട് കത്തി മൂർച്ചം കൂട്ടി കൊടുത്തേന്. അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. ആ ഒരു വർത്താനം കൊണ്ട് മാത്രം ഞാൻ അണക്കാറില്ല. നമുക്ക് അത്ര കുയിന്തൊന്നും ഇല്ലല്ലോ ഉമ്മണ്ട് അറിഞ്ഞോട്ടെ വിചാരിച്ചുകൊണ്ട് അണക്കൽ നിർത്തി. ഇവിടെ ഒരാളിരുന്ന് ചിരിച്ചാണ്. കുയിന്തില്ലാത്ത ഒരാളെന്നൊക്കെയുള്ള ആ ഒരു ഇതിൽ ചിരിക്കുകയാ. അല്ല ഇത് എന്ത് കാട്ടാനാ? എനിക്കുള്ള ബീഫുണ്ട്. അയലക്കത്തെ കുട്ടീനെ ചീത്ത അറിയണ ഒച്ചയാണ്. കുറച്ച് നേരത്തെ കാട്ടും ചിക്കനോട്. അപ്പം എല്ലാവരോടും ഉണ്ട് ഇതൊക്കെ. ഞാൻ ഇപ്പോൾ 2 വട്ടം ചീത്ത അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കണ്ടല്ലോ വെച്ചിട്ട് ഓണാക്കാറുള്ളത്. ചെറിയ കേങ്ങ അങ്ങനെ ഒന്ന് തൊലിച്ചാതെ കഴിഞ്ഞു കേസ്. ചെറിയൊരു കേങ്ങ എടുത്തേക്കാൻ പറഞ്ഞു. ഇനി എന്തേ എത്രയെങ്കിലും വേണം. എനിക്കിത് എങ്ങനെ ഇഷ്ടം വെച്ചാൽ കപ്പ ബിരിയാണി. വെളുത്തുള്ളി വാങ്ങിക്കും. വെളുത്തുള്ളി ഒന്ന് ഒരു ഉള്ളി മൊത്തത്തിൽ ഒരില്ലി ഇടണ്ടല്ലോ. ഇട്ടില്ല എന്നടാ. ഓക്കെ, ഇപ്പം വരാം കേട്ടോ. അപ്പോൾ നമ്മൾ തൊലിച്ച സംഭവം ഉണ്ടല്ലോ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെന്ത കപ്പ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും വേക്കാത്ത ഇഷ്ടം, അതുകൊണ്ട് ഉമ്മച്ചിക്ക് വെന്ത ഇഷ്ടം. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത്ര നല്ല വെന്തത് നല്ല രസമല്ലേ. ഇതിക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ബീഫുണ്ട്, പിന്നെ ഇത് കുറച്ച് മുളക് ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി. മുളക് ചമ്മന്തി അല്ല കേട്ടോ, ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി എന്നൊക്കെ പറയില്ലേ. ചെറുപ്പം കുഞ്ഞൊക്കെ ഒന്നല്ലേ. കേട്ടോ, നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. നല്ല ലാവല കൈ പൊള്ളി. ഇടാൻ പറ്റുന്നില്ലല്ലോ.
എന്തിനാ എത്ര റിസ്ക് എടുക്കുന്നത്? കയ്യിലങ്ങോട്ട് എടുത്താൽ പോരെ, കൈ കൊണ്ട് എടുക്കണമെന്നില്ലല്ലോ. മതി, ഞങ്ങളൊക്കെ മതി. വാവുമായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് കേട്ടോ. ഇത് എടുക്കാൻ പറ്റണില്ലേ? നിങ്ങൾ മുന്നിൽ തന്നെ ഉണ്ട്, ഞാൻ വരാം. വാ സൂപ്പർ. നിങ്ങൾക്ക് ബീഫ് തരാതെ ഒറ്റക്ക് തിന്നാണ് കേസ്. അതെന്താ അത് കൊടുത്തതാണ്? ഞങ്ങൾക്ക് തരാതെ ഒരു തീറ്റ. ഇന്നലെ വാങ്ങിയ അതിൽ 2 കഷ്ണം ബാക്കി വേണേ ഞാൻ തനക്ക് ഇത്രത് ഞാൻ ഏറ്റവും മുമ്പൊക്കെ കറണ്ട് ബില്ലൊക്കെ ഭയങ്കര. ഔ പാവം തോന്നാ തിന്നുന്നുണ്ട്. കപ്പ നല്ല ബന്ധുണ്ടത്. എന്നിട്ട് അടിപൊളി പാൽക്കപ്പ ഉണ്ടാക്കും. ഉണ്ടാക്കിയാലോ? ഉണ്ടായോ അത് നോക്കി ഹോസ്പിറ്റലിൽ പോകണം. ഇന്ന് ഞാൻ പോണില്ല ക്ലിനിക്ക്. പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അതിനാണ് മോന് വയറുവേദന എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അതുകൊണ്ട് ലീവാക്കി കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനിന്ന് ഭയങ്കര ദേഷ്യക്കാരം കേട്ടോ. ഇന്നത്തെ ദിവസം ഫുള്ള് ഞങ്ങളോടൊക്കെ ഫുൾ കലിപ്പേക്കാരം. കലിപ്പൻ്റെ കാന്താരി. ഒരു ദിവസത്തെ പണി മിസ്സാകുക പറഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ പ്രശ്നം തന്നെ. നമ്മളെ പോലത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഒരിട്ട് ദിവസം ലീവ് എടുക്കാതെ പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ നിവർത്തിയുടെ ലീവാക്കാം, അല്ല ലീവാക്കൂല. ആ ഒരു ദിവസത്തെ ലീവിൻ നികത്താൻ പിന്നെ പറ്റൂല. ഞങ്ങളെ പണി അങ്ങനത്തെ പണിയാണ്. ഏതേലും കലണ്ടറിൽ ചുവപ്പ് മാസം എഴുതിയിട്ടുണ്ടോ അന്ന് ഞങ്ങൾക്ക് ലീവേക്കാരം. ഗവൺമെന്റ് ജോലി ഒന്നല്ലെങ്കിലും ലീവ് ഉണ്ടാവും. ഗവൺമെന്റ് സാലറി ഇല്ലേ? സാലറി ഗവൺമെന്റ് ഒന്നല്ല, പക്ഷെ ഗവൺമെന്റ് ഓഫീസിലെ വർക്കാന്നുള്ളൂ. അതെ. ഒച്ച ഉണ്ടാക്കാതെ തിന്ന്. എനിക്ക് ഈ തിന്നുമ്പോൾ ഒച്ച കേൾക്കണ ഇഷ്ടമല്ല കേസ്. നിങ്ങൾക്കുണ്ടോ? ഞാൻ ഇറങ്ങാണ്ട് ഒച്ച ഉണ്ടാക്കും. എനിക്കത് കേൾക്കുമ്പോൾ ഇങ്ങനെ അതിൽ തല കൂത്താൻ തോന്നും. എന്ത് നല്ല പൂളാണ് ഉമ്മ. നല്ല രസമല്ലേ? നല്ല വന്നിക്കണ്, ഉഷാറായിക്കണ്. ഇനി വേറെ ഒന്നും വേണ്ടെന്ന്. അതും അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ എന്നെ കഴിഞ്ഞിട്ടുള്ളൂ. ഉമ്മക്ക് പറ്റിയിട്ടില്ല കേട്ടോ ചമ്മന്തി. രസമുണ്ടോ? ആര് പറഞ്ഞാലും ഉമ്മ രസമുണ്ട് പറഞ്ഞാലേ ഒരു തൃപ്തിയുള്ളൂ. ആണോ? ആ അല്ലേ ഉമ്മക്ക് രണ്ടാമത് ഞാൻ കൊടുക്കൂലെന്ന് ഉമ്മക്കാരെ. നിങ്ങൾക്ക് അത്ര പറ്റിയിട്ടില്ല, നിങ്ങൾ തിന്നണ്ടാറ് ഞാൻ. അപ്പോൾ രസമുണ്ട് പറയണേ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ ദിവസം തട്ടിമുട്ടി പോണത് ഗൈസ്. ഉമ്മ എന്താ പറയണെന്നോ ഗൈസ്? ബീഫ് വേണ്ട വെച്ചപ്പോൾ പറയണേ. അത് നെക്കി നോക്കിയപ്പോൾ മെറ്റലിൻ്റെ മാരുണ്ട് വേണ്ടാന്ന്. മെറ്റൽ എന്താ നിങ്ങൾക്ക്? അരി പിടിച്ചൊന്നല്ല. അല്ല ആ ചങ്ങായി വന്നപ്പോളേ മറ്റേ നമ്മളെ ചങ്ങായിന്റെ പേര് പറഞ്ഞല്ലോനെ ആ ബാഗൊക്കെ തൂക്കി വരില്ലേ ഓൻ വന്നപ്പോ ഓനോട് വർത്താനം പറഞ്ഞ അങ്ങനെ 2 ആൾ പറഞ്ഞോട് വർത്താനം പറഞ്ഞാ അതില് ബീഫ് കരിഞ്ഞു. ഇങ്ങനെ മണക്കുണ്ട്. അത് രസമുണ്ടായിരുന്നല്ലോ. കളിച്ചാൽ രസമുണ്ടായിനി. വീഡിയോ എടുക്കണം ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഒരു യൂട്യൂബർ അല്ലേ, ആരും അറിയപ്പെടാത്ത. ഇതാണ് ഉമ്മ പറഞ്ഞ മെറ്റൽ ബീഫ്. ബീഫിന് പുതിയ പേര് മെറ്റൽ ബീഫ്. മെറ്റലിന്റെ മാരുണ്ടല്ലോ.
സംഗതി അത് കാണുമ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും വാവ് നല്ല രസമുണ്ട്. ഇങ്ങനെ ഉണങ്ങണം ബീഫ്, ഉണങ്ങി വെക്കണം, അത് വേറെ രസമാണ്. ഇതൊന്നും കേട്ടിട്ട് ഇപ്പം മിനിട്ടൊന്നും വരുന്നതല്ല. ഇത് വെക്കണ ബീഫ് നല്ല രസമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ നാളെ ഇങ്ങോട്ട് വന്നാലോ പറയും. തരില്ല. ഒരു 5 കിലോണെങ്കിലും വാങ്ങിയിട്ട് ഞാൻ വന്ന് ഉണ്ടാക്കി തരാം. നട്ടിങ്ങോട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ഇതാണ് കേസ് ബെഡ് ആവശ്യം. അത് പറഞ്ഞത് ഒരു 5 കിലോണെങ്കിലും വാങ്ങിയിട്ട് അത് ഞാൻ പറയട്ടെ, അവർക്ക് കേൾക്കുന്നുണ്ട് ഇതില്. എന്നാൽ ഞങ്ങൾക്കും കൊണ്ടാകാലോ. അതെ, ഇങ്ങോട്ട് വരണ്ടാതെ ഇതൊന്നും വെച്ച് പറ്റാത്തതാ. പക്ഷെ ഇന്നിപ്പോൾ എന്തോ രസം, വേറെ ഒന്നും തിന്നാനില്ല. രസമില്ലാതെ ഇപ്പം എന്താ കാട്ട. കണ്ടോ വണ്ടിയിലിരിക്കാണ്. അത് നല്ല പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇറങ്ങിപ്പോയി കണ്ടോളി. കാണില്ലേ അവിടെ നല്ല ആണുങ്ങളുണ്ട്. ഞാൻ കുറച്ചാ ഞാൻ പോവും. ഞാൻ അവിടെ നോട്ടം ഇട്ട് വെച്ചിരുന്നു. കുറയില്ലേ സൂചി അടിച്ചിട്ട് കരഞ്ഞു പോവാണ് ഓരോരുത്തർ. നമ്മൾ ആ കപ്പയൊക്കെ പുഴുങ്ങി തിന്ന് ചമ്മന്തിയും കൂട്ടി തിന്ന് ഇവിടെ എത്തിപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ ഗ്യാസ്. ചമ്മന്തിയും കപ്പയും തിന്നുകൊണ്ടല്ല, ഇതെനിക്ക് ചെറിയൊരു പ്രശ്നം അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ഇതാണ് നമ്മളെ ആരോഗ്യ കേന്ദ്രം. ഉണ്ടോ, രോഗികളുടെ ചുമയാണ്. ആരോഗ്യ കേന്ദ്രം. അതെ, ഇവിടേക്ക് വന്നതാണ്. നല്ല ആൾക്കാർ. ഞങ്ങളെ ടോക്കൺ നമ്പർ 80. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വണ്ടിയിൽ തന്നെ ഇരിക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ കൂട്ടത്തിനെയും കുടുംബത്തിനെയൊക്കെ അധികം മീറ്റ് ചെയ്യൽ. കല്യാണങ്ങൾ, ഹോസ്പിറ്റൽ അല്ലേ, അങ്ങനെ ഒരാൾ വന്നതാണ് ഇപ്പോൾ. ഇത് മിണ്ടാത്ത ഒരാൾ. ഹായ് 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 പറ, ഹായ് പറ. ഇന്നിനെ കിട്ടിയോ? ഇന്നിന്റെ മുഖം എവിടെ? ഇന്നിന്റെ മുഖം എവിടെ? ചുളുങ്ങിപ്പോയി. അല്ലാ, എന്നാ ഇവിടെ നമ്മളെ കാട്ടുമ്പോ ഡോക്ടറെ കാട്ടാം കേട്ടോ. ഇവിടെ റുസ്തമോളൊക്കെയാണ്. ഞങ്ങളെ വീട്ടില് ചെറുതായെന്ന് വന്നതാട്ടോ. അത് ഞാൻ ഒരു ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിന്. ബിസ്ക്കറ്റ് രാവിലെ തന്നെ പോവാ. എന്താണ് അവിടെ പോടേണ്ട. അടുത്തവൻ കൊടുക്കാൻ വന്നതാണ്. ഇനിയും വരും കേട്ടോ ചിലപ്പോ. വാലാട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോവാണ് കേട്ടോ ഗൈസ്. എവിടേക്കാ പോണേ? ഉണ്ടപ്പട്ടി. ഇവിടെ ഒരാളുണ്ട്, അവിടെ മമ്മിയുണ്ട്, മാനുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു ഞായറാഴ്ച ദിവസമൊക്കെ അല്ലേ, അപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ അയൽവക്കത്തന്നെ പെട്രോൾ പമ്പ് വന്നത് കാരണം നല്ല സുഖമാണ് കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ എണ്ണടിക്കാം. ഇപ്പം അങ്ങനെ എണ്ണടിക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടോ ഗൈസ്, എത്ര റുപ്യ? 50 മതിയെന്ന്. പൈസ കൊടുക്കട്ടെ കേട്ടോ. ഞങ്ങളങ്ങനെ ഓരോരുത്തരെ പരിചയക്കാരെയൊക്കെ കണ്ടു. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരു കടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല.
അപ്പോൾ അവിടുന്ന് കുറേ പരിചയക്കാരെ കണ്ടപ്പോൾ ആ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കണ്ട ആൾക്കാരെയൊക്കെ വീണ്ടും കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് ആയിരുന്നല്ലോ നമ്മൾ കുറേ കാലമായി പോയിട്ട്. മാനു പോയിന് സ്കൂളിൽ പഠിച്ചു എന്ന് പറയാതെ എടുക്കാൻ അതൊക്കെ കഴിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കാണുമ്പോൾ പരിചയം പുതുക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ അതേ സമയത്ത് ഈ സ്ഥലത്തൊക്കെ ആയിരുന്നു നമ്മൾ 18 വർഷങ്ങൾക്ക് മുന്നേ. എന്താല്ലേ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥലം എങ്കിൽ പോലും ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല കേട്ടോ. വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. അപ്പോൾ മക്കളൊക്കെ സ്ഥലമൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കാനേ. ഒരു അയലക്കത്താണെങ്കിലും ഒരു വരാറൊന്നുമില്ലല്ലോ. അവർക്ക് നാട് തന്നെ അറിയില്ല. നമ്മൾ പണ്ട് താമസിച്ച സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആണ് നമ്മളെ ഇപ്പുള്ള സമയത്ത് അല്ലേ മനു? ഇപ്പുള്ള സമയത്ത് എന്നെ ഇവിടെ ഒരു കട ഉണ്ട്, ഒരു മില്ല്. ഈ കടൻ്റെ അവിടേക്ക് മുട്ടായി വാങ്ങാൻ കൊണ്ടുവരുമെന്ന് അന്ന് ഞാനും ഉപ്പയും ഈ കടൻ്റെ അവിടേക്ക് വന്ന് മുട്ടായും സോഡയും അതേപോലെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ വരും. ഉപ്പാനപ്പം ഈ ഒരു നിമിഷം നമ്മൾ ഓർത്ത് പോവാണ് ഗേസ്, സങ്കടം. ആ കടയാണ് ഈ കട. ഞാനും ഉപ്പയും എപ്പോഴും വരും. നമ്മളെ പഴയ കാല വീടാണ്. ഞാൻ ഇവിടെ ഇറങ്ങി അതിലൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് വരാം. കണ്ടോ, ആ റൂട്ടിനാണ് പോവുക. മിസ് യു. എന്ത് അല്ലേ ഞങ്ങളെ കല്യാണത്തിനൊക്കെ അവിടെ അപ്പുറത്തേന് പേരാ. നിങ്ങളിപ്പോ പോയി പോണാരി ഇങ്ങനെ കെട്ടിട്ട് അവിടെ എനിപ്പച്ചിന്റെ പഴയ ലൈനിന്റെ വീട്. അത് പറഞ്ഞൂടെ നിങ്ങക്ക് കെട്ടി കുളിച്ചാന് നല്ല അങ്ങോട്ട് വരും. മുങ്ങാങ്കൂര് ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വെച്ചിട്ടുണ്ടാവില്ലല്ലോ? ഇല്ല, ഇവിടെ ഒരു കുരിശുണ്ട്. മേഘത്തിരിയൊക്കെ കത്തിച്ചാണ് ഞാൻ. വെള്ളത്തിന്റെ അടിക്ക് പൂളിട്ട് പോയി താത്തിനം. അപ്പാന്റെ ചെറുപ്പകാല കഥകൾ കേൾക്കാണ് ഗൈസ്. അങ്ങനെ നാടെത്തി കഴിഞ്ഞു ഗൈസ്. അങ്ങാടി ടൗൺ മക്കളെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മള് ഉദ്ദേശിച്ച സ്ഥലം എത്തിട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്തെത്തി കേട്ടോ. ഇന്ന് ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വലിയ കുട്ടികളൊന്നും എടുക്കാൻ പറ്റില്ല. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്.